ലിയയെ കൊലപ്പെടുത്തിയ ശേഷം യൂറി നശിപ്പിക്കാൻ ശ്രമിച്ച ഡോക്യുമെന്റിന്റെ ചില ഭാഗം അവർക്ക് ലഭിക്കുന്നു. അവശിഷ്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ മതിൽ ഒരു കോഡിംഗ് പ്രോഗ്രാം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാമെന്ന് ഒലീവിയ പറയുന്നു. സാധാരണമായി ഒരു മതിൽ നിർമ്മിക്കുന്നത് ഒരേ വലിപ്പത്തിലുള്ള കട്ടകൾ അടുക്കി വെച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മതിൽ അങ്ങനെയല്ല എന്നും ഒലീവിയ കൂട്ടിച്ചേർക്കുന്നു. പെട്ടെന്ന് ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതൊരു ഇന്റർവെൽ പാറ്റേൺ ആയിരുന്നു. അതിനാൽ തന്നെ ആ മതിൽ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയതാവാമെന്ന് ടിം പറയുന്നു. എന്നാൽ ആന്റൺ ഇത് എന്തിനു ചെയ്യണമെന്ന് ടിം ചിന്തിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ആന്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എപ്സിലോൺ നാനോ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണെന്ന് ഒലീവിയ മറുപടി നൽകുന്നു. എന്നാൽ നേരത്തെ തീപിടുത്തമുണ്ടായ സ്ഥലത്താണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നതെന്ന് ടിമ്മിന് അറിയാമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായി വീണ്ടും ഫ്ലാറ്റിലെ ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യാൻ അവർ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. കമ്പ്യൂട്ടറിലൂടെ ആന്റൺ എന്തോ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതായി അവർ കാണുന്നു. മതില് തുറക്കുന്നതിനായി ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ ഉണ്ടാക്കുകയായിരുന്നു ആന്റോൺ. എന്നാൽ ആ മൊബൈൽ യൂറി നശിപ്പിക്കുന്നതും അവർ കമ്പ്യൂട്ടറിലൂടെ കാണുന്നു. ഒരു ഗെയിം ഡെവലപ്പറായ ടിമ്മിന് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. ഉടൻ തന്നെ ആ മൊബൈൽ തനിക്ക് എടുത്തുകൊണ്ടുവരാൻ ടിം ആവശ്യപ്പെടുന്നു. തകർന്നുപോയ മൊബൈലിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കാൻ ടിം ശ്രമിക്കുന്നു. എന്നാൽ തങ്ങൾ സംശയിച്ചതുപോലെ ഈ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇന്റർവെൽ കോഡ് ഉപയോഗിച്ചല്ല എന്നും അതൊരു ഒപ്റ്റിക്കൽ കോഡ് ഉപയോഗിച്ചാണെന്നും ടിം കണ്ടുപിടിക്കുന്നു. QR കോഡുകൾ പോലെ ഒരു മൊബൈൽ ഫോണിന് മാത്രമേ ഇത് റീഡ് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ആ നശിച്ച ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കുന്നു ടിം. ഉടൻ തന്നെ അന്നയുടെ ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിനുശേഷം മതിൽ തുറക്കാനായി ബേസ്മെന്റിലേക്ക് പോകുന്നു അവർ. മതിലിന് നേരെ ഫോൺ പിടിച്ച ശേഷം ആ ആപ്ലിക്കേഷൻ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു അവർ. ഉടൻ തന്നെ മൊബൈൽ സ്ക്രീനിൽ 4 ബോക്സുകൾ കാണുന്നു. ടിം ഓരോ ബോക്സും മാറി മാറി അമർത്തുന്നു. ഓരോ ബോക്സ് അമർത്തുമ്പോഴും മൊബൈൽ ഫോണിൽ നിന്ന് ഫ്ലാഷ് പുറപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ ബോക്സുകളും അമർത്തി കഴിഞ്ഞ ശേഷം മതിലിലേക്ക് നോക്കുമ്പോൾ മതിലൊരു പ്രത്യേകത നിറഞ്ഞ രീതിയിലേക്ക് മാറുന്നു. ഉടൻ തന്നെ അന്ന മതിലിന്റെ അടുത്തേക്ക് പോകുന്നു. മതിലിൽ സ്പർശിച്ചപ്പോൾ മതിലിലൂടെ കൈ കടത്താൻ അന്നയ്ക്ക് സാധിക്കുന്നു. ഉടൻ തന്നെ മാർവിൻ വന്ന് അതിൽ നിന്ന് കൈയെടുക്കാൻ അന്നയോട് പറയുന്നു. കൈ പുറകിലേക്ക് എടുക്കാൻ അന്ന ശ്രമിക്കുന്നു. എന്നാൽ അന്നയ്ക്ക് അതിന് സാധിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് അന്നയുടെ കൈ പുറത്തെടുക്കാൻ നോക്കുന്നു. എന്നാൽ ഇവർ വലിക്കും തോറും അന്ന കൂടുതലായി മതിലിലേക്ക് അടുക്കുന്നു. അന്നയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മതിലിന്റെ അപ്പുറത്തേക്കാകുന്നു. പെട്ടെന്ന് തന്നെ മതിൽ പഴയ രൂപത്തിലേക്കാകുന്നു. ശരീരമറ്റ് അന്ന അവിടെ കിടന്ന് മരിക്കുന്നു. ഇത് കണ്ട് സഹിക്കാനാകാത്ത മാർവിൻ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് സ്വയം മരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടിമ്മും ഒലീവിയയും നിസ്സഹായരായി അവിടെ ഇരിക്കുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി വീണ്ടും അവർ മൊബൈൽ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു. ഇത്തവണ എങ്ങനെ ബോക്സിൽ പ്രസ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു. 24 രീതിയിൽ ആ ബോക്സുകൾ തമ്മിൽ പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് ടിം പറയുന്നു. വീണ്ടും അവർ ബോക്സിൽ പ്രസ് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു കാര്യം ഒലീവിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഓരോ ബോക്സിലും അമർത്തുമ്പോൾ ഫ്ലാഷുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. ഒരു കോഡ് നമ്പർ പോലെയാണ് ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ആ കോഡ് കണ്ടുപിടിച്ചാൽ ബോക്സുകൾ അമർത്തേണ്ട ഓർഡർ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. വീണ്ടും അവർ സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടർ പരിശോധിക്കാനായി പോകുന്നു. ആന്റൺ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ മതില് തുറക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് എത്ര ഫ്ലാഷുകൾ അടിക്കുന്നു എന്ന് ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. അവരാ ഉണ്ടാകുന്ന ഫ്ലാഷുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു.